ലൈനിൽ കൂടി ഒരു മണിക്കൂർ എൻ്റെ ടെസ്റ്റ് മണി പറയുവാനും ദൈവ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനും ഒക്കെയായി ദൈവം സഹായിച്ചു. ഈ പ്രയർ ലൈനിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസഫ് മാത്യു, ഈ പ്രയർ ലൈനിന്റെ കോർഡിനേറ്റർ ആയി പ്രവർത്തിക്കുന്ന സിസ്റ്റർ സന്ധ്യ, അതുപോലെ തന്നെ ഈ പ്രയർ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും കർത്താവിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുകയും ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളെ ശക്തമായി കാലഘട്ടത്തിൽ ഒരു പ്രയർ വാരിയറായി ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് ഈ പ്രയർ ലൈൻ ഒരു വലിയ വിടുതലായി, അനുഗ്രഹമായി ദൈവം തീർത്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും അങ്ങനെ തന്നെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത്, എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയതും അതിനുശേഷം ഏതാണ്ട് 99 എൻ്റെ മിനിസ്ട്രിയിൽ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടറിൽ ഞാൻ ജോലി ചെയ്തുമായിരുന്നു. അവിടുന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ടെർമിനേഷൻ ലഭിക്കുവാനായി ഇടയായി ഞങ്ങൾക്ക് 5 പേർക്ക്. അതിൽ 3 പേര് മുസ്ലിം സഹോദരങ്ങളും ഒരാളൊരു ഹൈന്ദവ സഹോദരനുമായിരുന്നു. അപ്പോ 5ാമത്തെ ആളാണ് ഞാൻ. 4 പേർക്കും ടെർമിനേഷൻ കഴിഞ്ഞിട്ട് അവർ മാക്സിമം, അവരെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ളവരായിരുന്നു. അവരെ മാക്സിമം പല വഴിയിൽ കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടും അവർക്ക് അവിടെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ ശ്രമിച്ചാൽ 48 അവേഴ്സിനുള്ളിൽ അവരെ പുറത്താക്കുമെന്ന് മോളിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തിലും അവിടെ നിൽക്കാൻ കഴിയും എന്നുള്ള ചിന്തയേ ഇല്ല. അങ്ങനെ 40 ബോക്സുകൾ കെട്ടിവെച്ചു. 2-3 ദിവസം കഴിഞ്ഞ് കാർഗോയ്ക്ക് അത് അയക്കണം. വാഹനം വിട്ടു, വീട് സാധനങ്ങൾ വിട്ടു. 4ലും 6ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ TC വാങ്ങി ബാംഗ്ലൂരിൽ ഒരു സ്കൂളിൽ അവരെ ചേർക്കാൻ അഡ്മിഷൻ എടുത്തു. ഒരു ഫ്ലാറ്റ് അവിടെ റെഡിയാക്കി. അങ്ങനെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇരിക്കുന്ന സമയത്താണ് യാതൊരു സാധ്യതകളും വേറെ ഇല്ല, ഇനി അവിടെ നിൽക്കുവാനേ കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, സാധനം അയക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കയറി വന്നു. ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ആളൊന്നുമല്ല, വിസിറ്റിംഗിൽ വന്ന ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹവുമായി ഞങ്ങൾ അല്പം സമയം ഡിന്നർ കഴിച്ചതിന് ശേഷം അദ്ദേഹം നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെ ആയിരുന്നു: നിന്നെ ഞാൻ ഈ രാജ്യത്ത് നിർത്തും, നിന്നിൽ കൂടി അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഞാൻ ചെയ്യും. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറേക്കും ഞാൻ നിന്നെ ഓടിക്കും. നീ താമസിക്കുന്ന വാഹനം ഒരാഴ്ചക്കുള്ളിൽ വിൽക്കും. നീ താമസിക്കുന്ന ഈ ഭവനം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് നീ താമസം മാറിപ്പോകും. ഈ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഫയലിന്റെ മോളിൽ കമന്റ് എഴുതിയിരിക്കുന്നത് മിനിസ്റ്ററുടെ താഴെയുള്ള അണ്ടർ സെക്രട്ടറി ആണെന്ന് ഓർക്കണം. അദ്ദേഹം എഴുതിയിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ റിലീസ് നോട്ട് ടു ബി ഇഷ്യൂഡ് അറ്റ് എനി സർക്കംസ്റ്റൻസ് എന്നാണ്. യാതൊരു സാഹചര്യത്തിലും ഈ വ്യക്തിക്ക് റിലീസ് കൊടുക്കാൻ പാടില്ല. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഈ ദേശത്ത് നിർത്തും. അപ്പൊ ഞാൻ ഈ ദൂത് കേട്ടിട്ട് ഊറിച്ചിരിക്കുകയുണ്ടായി. അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവദൂതന്മാർ പറഞ്ഞപ്പോൾ സാറ മാറി നിന്ന് ചിരിച്ചതുപോലെ ഞാൻ ചിരിച്ചിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ചിലപ്പോഴൊക്കെയെങ്കിലും ദൈവദാസന്മാർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, ഇതും അത്തരത്തിലുള്ള ഒരു അബദ്ധമായിരിക്കും. അപ്പൊ എന്നോട് പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ പറയരുത്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ കിടന്നുറങ്ങി. അടുത്ത ദിവസം പ്രഭാതത്തില് ഞാൻ എൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ ചെക്ക് വാങ്ങിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, പല സ്ഥലങ്ങളിൽ പോയി ക്ലിയറൻസ് നടത്തേണ്ടതുണ്ട്. ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ലൈബ്രറി, അങ്ങനെ ഒത്തിരി പബ്ലിക് പ്ലേസുകളിലൊക്കെ പോയി അവിടുത്തെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും സ്റ്റാമ്പും വാങ്ങിക്കണം. അതിനുവേണ്ടി ഏതാണ്ട് ഒരു പകുതിയിലധികം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ബാക്കി കൂടെ ചെയ്യുവാൻ വേണ്ടി ഞാൻ എൻ്റെ വാഹനം എടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ദോഹ കോർണിഷിന് അടുത്തുകൂടെ വണ്ടി ഓടിക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരു സഹോദരൻ നിൽക്കുന്നു. അദ്ദേഹം എന്നെ കൈ കാണിച്ചു. എനിക്ക് നേരത്തെ കണ്ടു പരിചയമുള്ള ഒരു സഹോദരനായതുകൊണ്ട് വണ്ടി അവിടെ നിർത്തി. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങോട്ട് പോകാൻ? ഞാൻ പറഞ്ഞു, എനിക്ക് ഹെഡ് ഓഫീസിൽ പോകണം. എന്താണ് ബദറിന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. ഫ്രീ ആണെങ്കിൽ എന്നെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇറക്കിയേക്കാൻ പറഞ്ഞു. നമ്മൾ ശരി, കയറിക്കോളാം. അദ്ദേഹവുമായി ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ പോവാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നാട്ടിൽ അവധിക്ക് പോകണം? ഞാൻ പറഞ്ഞു, അവധിക്ക് പോവല്ല, ഞങ്ങള് ഇപ്പോഴ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങള് കീ പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു 5 പേർക്ക് ഇലക്ട്രിസിറ്റി വാട്ടർ അത് കമ്പനിയാക്കി മാറ്റുന്നതുകൊണ്ട് ഞങ്ങളെ 5 പേരെ ടെർമിനേറ്റ് ചെയ്തു. അതിൽ 4 പേര് ഓൾറെഡി പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ മക്കള്, അവരിവിടെ പഠിക്കുകയല്ലേ, അപ്പൊ ഇപ്പൊ പോയാൽ അവരുടെ വിദ്യാഭ്യാസമൊക്കെ ഡിസ്കണ്ടിന്യൂ ആകത്തില്ലേ എന്ന് ചോദിക്കാനിടയായി. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഇനിയിപ്പോ നാട്ടിൽ പോയി പഠിക്കാം, എന്ന് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ അവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത ലെറ്റർ വല്ലതും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എൻ്റെ വണ്ടിയുടെ ഡാഷ്ബോർഡ് തുറന്നിട്ട് ഞാൻ ആ ടെർമിനേഷൻ ലെറ്റർ എടുത്ത് കാണിച്ച മാത്രമല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഈ സിഗ്നേച്ചർ ഞാൻ എവിടേക്കോ കണ്ടിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ബ്രദറിലോയ്ക്ക് ഒരുപാട് ആളുകളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹം അവിടുത്തെ അറിയപ്പെടുന്ന ഒരു വലിയ ബാങ്കിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ആളായിരുന്നു. മാത്രമല്ല, ആളുകളെയൊക്കെ അദ്ദേഹത്തെ സഹായിക്കാവുന്നതിന്റെ പരമാവധി സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ ലെറ്ററിന്റെ ഒരു കോപ്പി എടുത്തോട്ടെ? ഞാൻ പറഞ്ഞു, കോപ്പി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞാനും ഇതിന്റെ ഒരു കോപ്പി എടുക്കാന്ന് പറഞ്ഞ് വണ്ടി നിർത്തി ഒരു ലൈബ്രറിയുടെ മുന്നിൽ നിർത്തി ഒരു കോപ്പി എടുത്തു. ഈ കോപ്പിയുമായിട്ട് അദ്ദേഹം പോയി വൈകിട്ട് അദ്ദേഹത്തിന്റെ ബ്രദറിലോടെ കയ്യില് ഫോൺ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു 3-4 ദിവസത്തേക്ക് യാത്ര ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണം, സാധനവും അയക്കരുത്. എനിക്ക് പരിചയമുള്ള ഒരാളാണ് ഈ സിഗ്നേച്ചർ സൈൻ ചെയ്തിരിക്കുന്നത്, അപ്പോ ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എനിക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ സാഹചര്യങ്ങൾ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, അതിനുവേണ്ടി ശ്രമിക്കേണ്ട, അത് നടക്കത്തില്ല. അതിനുവേണ്ടി ശ്രമിച്ചെന്നറിഞ്ഞാല് അവര് ഉള്ള സമയം കൂടെ കട്ട് ചെയ്ത് ചിലപ്പം 2 ദിവസമാക്കി മാറ്റി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പാസ്റ്ററുടെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷേ ഞാൻ വേണമെങ്കിലും ഒന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വേറെ 10-22 വർഷം ജോലി ചെയ്തു, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, അത് മതി, വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ പൊക്കോട്ടെ, അത് മതി എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം, അതിന്റെ പുറകെ പോയാലുള്ള ഭവിഷ്യത്തുകൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് പുള്ളിയിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. അപ്പോ ആ ടെലിഫോൺ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു, ആരാ വിളിച്ചതിന്? ഞാൻ പറഞ്ഞതുപോലെ ഉന്നതനായ
ഉന്നതമായ പൊസിഷനിലിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം TPM-ലാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ വലിയ സഭാവ്യത്യാസങ്ങളൊന്നുമില്ല. ആർക്കും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ചെയ്യും. ഖത്തറിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ദീർഘവർഷങ്ങൾ അദ്ദേഹം US-ലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് നമ്മളത് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാനിടയായി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അത് ദൈവഹിതമാണെങ്കിൽ വീണ്ടും അദ്ദേഹം വിളിക്കും, അത് നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ഒരു പ്രാവശ്യം വിളിച്ച് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും വിളിക്കുവോ? കഴിഞ്ഞ രാത്രിയിൽ കേട്ട ദൈവാലോചന എന്തായിരുന്നു? അപ്പൊ അതിനുവേണ്ടി ദൈവം ഒരാളെ ഒരുക്കിയതല്ലയോ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറയുവാനായിട്ടായി, അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും ദൈവം വിളിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി ഒരു 11 മണിയായി കാണും. ഞങ്ങൾ ഡിന്നറും ഒക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് കിടക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ഫോൺ കോൾ. ആ ഫോണില് ചോദിച്ചു, ലാലു പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞാണ്. അത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പേ വിളിച്ചു സംസാരിച്ച ആള് തന്നെ. പാസ്റ്ററെ, ഒരു 3-4 ദിവസം കൂടെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ? ഒരു 3-4 ദിവസം കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ സാധനം അയക്കാൻ? അപ്പോ ഞാൻ പറഞ്ഞു, ശരി, കുഴപ്പമില്ല, വേറെ ചെയ്യാവുന്ന. അപ്പൊ അല്പം കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, ആരാ വിളിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ദൈവം സ്വസ്ഥത കൊടുക്കാതെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഉണർത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ അതേ പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ആള് നമ്മളുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലാതെ ഇങ്ങനെ വിളിക്കുമോ? എന്തായാലും അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്യാം, എനിക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് പിന്നെ വേറെ നിർബന്ധിക്കുന്നതുകൊണ്ട് ശരി, അങ്ങനെ ചെയ്യാമെന്ന്. അടുത്ത ദിവസം എൻ്റെ ഈ കടലാസ് സൈൻ ചെയ്ത വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. കാരണം ഇന്നേക്കൊരു 24 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡും ലോണും കാര്യങ്ങളും ഒക്കെ ബാങ്കിന്റെ സീനിയർ പൊസിഷനിലിരിക്കുന്ന മാനേജേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ആവശ്യമാണ് ക്ലയൻസിന്. അവർക്ക് ബിൽഡിംഗ് ലോണും മറ്റ് ലോണുകളൊക്കെ എടുക്കുന്നതിനും ക്രെഡിറ്റ് കാർഡൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും ഒക്കെ ആവശ്യമാണ്. അന്ന് ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ അങ്ങനെ വന്നിട്ടില്ല. നേരെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്തായാലും അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുത്തി. അവര് തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ബ്രദർ ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, ഒരു റിലീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി 4 പേര് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തിന് മാത്രമായിട്ടത് കൊടുക്കുവാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയം ഞാൻ സൈൻ ചെയ്തിരിക്കുന്നെങ്കിലും എൻ്റെ മോളിലുള്ള അണ്ടർ സെക്രട്ടറിയാണ് ഇത് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. അദ്ദേഹം ഈ അണ്ടർ സെക്രട്ടറിയുടെ അടുത്തേക്ക് എൻ്റെ ഈ വിഷയത്തിന് വേണ്ടി കടന്നുപോയി. അദ്ദേഹം ഓർക്കണം, ഈ സൈൻ ചെയ്തിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡയറക്ടറാണ്. അപ്പൊ ആ വ്യക്തി കേവലം ഒരു മലയാളിക്ക് വേണ്ടി, അത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി ആ പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ ചെന്ന് സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യം ഒഴിച്ച് വേറെ ഏത് കാര്യം വേണേലും നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം ഈ പോയിട്ടുള്ള 4 പേരും മിനിസ്റ്റീരിയൽ ലെവലിൽ വരെ ഇവിടെ റെക്കമെൻഡേഷനുമായി വന്ന്
ഞാൻ എല്ലാം ഡിനേ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മൾ അടുത്ത ദിനങ്ങളിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ പല രാജ്യങ്ങളിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ എത്ര ആളുകളെ വേണമെങ്കിലും റിക്രൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നിച്ചു പോവാം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെയും ആവശ്യമില്ല, എനിക്ക് ആവശ്യം ഈ ഒരു ഒറ്റ വ്യക്തിയുടെ റിലീസാണ്. അദ്ദേഹം പറഞ്ഞത് നടക്കത്തില്ല. അവര് തമ്മിൽ വാക്കുതർക്കമായി. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡിപ്പാർട്ട്മെന്റിലെ അയാളുടെ ഡെപ്യൂട്ടേഷൻ ആദ്യമേ ഖത്തർ ഷെൽ കമ്പനിയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇലക്ട്രിസിറ്റി കമ്പനിയിൽ, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കമ്പനിയിൽ വന്ന് ഏതാണ്ട് ഒറ്റ വർഷം കൊണ്ട് 120 മില്യൺ റിയാല് സ്ക്രാപ്പ് മെറ്റീരിയൽ വിറ്റിട്ട് ഗവൺമെന്റിൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഗവൺമെന്റിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാന് ഒരു മനുഷ്യന്റെ റിലീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിഗ്നേച്ചർ ചോദിച്ചിട്ട് തരാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവര് തമ്മിൽ വളരെ പരുഷമായി സംസാരിക്കാനായി ഇടയായി. അവസാനം അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ പോകുന്നു, പക്ഷെ നാളെ ഒരു ദിവസം ഇനി ഉണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്യെങ്കിലും അത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, ഞാൻ അപ്രൂവ് ചെയ്ത് വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ ഒരു വാക്കുതർക്കത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം ആ പേപ്പർ എടുത്തിട്ട് ഒരു വര വരച്ച് ഇദ്ദേഹത്തിന്റെ കൊടുത്തു. അദ്ദേഹം ആ പേപ്പർ ഫാക്സ് ചെയ്ത് ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് വിടുവാൻ ഇടയായി. ഹെഡ് ഓഫീസിൽ ഈ പേപ്പർ വരുമ്പോൾ എൻ്റെ കൂടെ, എൻ്റെ അടുത്തിരുന്ന് 5 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അന്ന് അവിടെ ഡയറക്ടറായിട്ടിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം അദ്ദേഹത്തെ പോയി കണ്ടു. ആദ്യത്തെ പ്രാവശ്യം എന്നോട് വളരെ ഭംഗിയായി നന്നായി സംസാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞു, മിസ്റ്റർ ജോർജ്, ഈ ഒരു വിഷയത്തിന് വേണ്ടി ശ്രമിക്കണ്ട, ഇത് നടക്കത്തില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഐ ആം ഹെൽപ്ലെസ്, ഐ കനോട്ട് ഡു എനിത്തിങ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ അടുത്തേക്ക് ഫാക്സ് വന്നപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ജോർജ് പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി ടു മൈ ഓഫീസ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടക്കം അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഒരുപാട് അവിടുത്തുകാരായ അറബ്സ് അടക്കം എഴുന്നേറ്റ് നിന്നിട്ട് അവരെല്ലാം പഞ്ചപുച്ഛം പറയുകയാണ്, ഇവൻ മോളിൽ നിന്നുള്ള രാജാവിന്റെ ആളാണ്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ആള് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ ഇനി ഇതിനു വേണ്ടി വിളിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞ ആള് വാതിൽക്കൽ നിൽക്കുക, ഞാൻ വരുന്നത് നോക്കി. എന്നിട്ട് എന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി എനിക്ക് സുലൈമാനി ചായ തന്നു. ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഇവൻ മോളിൽ നിന്ന് വരുന്നവനാ, മോളത്തെ ആളുമായിട്ട് ഇവന് ഭയങ്കര ബന്ധമാണ്, അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അതിലൊരാൾ എന്നോട് ചോദിച്ചു, നിനക്ക് മോളിലുള്ള ആളുമായിട്ട് ഭയങ്കര ബന്ധമല്ലേ? ഞാൻ പറഞ്ഞു, മോളിലുള്ള ആളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ അർത്ഥമാക്കിയത് നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ചായിരുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പെട്ടെന്ന് അദ്ദേഹം ഡയറക്ടർ ഒരു PROയെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്റെ വണ്ടി ഇവിടെ ഇട്ടാ മതി, ഈ PROയുടെ വണ്ടിയിൽ കയറി നീ പോവുക, ഞാൻ ഇമിഗ്രേഷൻ ഡയറക്ടറെ വിളിച്ചിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട്, നീ നേരിട്ട് ഡയറക്ടർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. ചില മിനിറ്റുകൾക്കകം, അന്നേ വരെ ഖത്തറിന്റെ ചരിത്രത്തിൽ അത്രയും സ്പീഡിൽ ഒരു സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്ത് സംഭവം ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ചെന്നു, ഞങ്ങൾ ഇരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത്
അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറ്റി എന്നെ തിരിച്ച് ഓഫീസിൽ എത്തിച്ചു. ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ അവിടെയുള്ള അറബികൾ മുഴുവനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശൂഷൻ രാജധാനിയിൽ മൊർദെഖായി കടന്നു ചെന്നപ്പോൾ മൊർദെഖായി എങ്ങനെ സ്വീകരിച്ചോ അതുപോലെ ആളുകളെല്ലാം പറയും ഇവന് ഏറ്റവും മുകളിലുള്ള വ്യക്തിയുമായിട്ട് ഭയങ്കരമായ ബന്ധമാണ്. അവിടുന്ന് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വരുവാനായി ഇടയായി. സ്തോത്രം. ആ ID കാർഡ് ലഭിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ PR-ഓട് പറഞ്ഞു, എൻ്റെ പ്രൊഫഷൻ ജനറൽ മാനേജർ എന്നൊന്നാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ അതിനകത്ത് കിടക്കുന്നത് ഷിഫ്റ്റ് ചാർജ് ഇൻചാർജ് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പൊസിഷനിൽ നിന്ന് ജനറൽ മാനേജർ എന്ന പോസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ MTech സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള റെക്കമെൻഡേഷൻ ലെറ്ററും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെ കുറഞ്ഞ പക്ഷം BTech എങ്കിലും വേണമെന്ന് പറഞ്ഞു. എനിക്കുള്ളത് ഡിപ്ലോമയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരിക്കലും അങ്ങനെ ചേഞ്ച് ചെയ്ത് കിട്ടത്തില്ല. ഇനിയും BTech-ഓ MTech-ഓ ഉണ്ടെങ്കിൽ പോലും ഇത് ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ഒത്തിരി നൂലാമാലകളാ നോർമൽ കേസിൽ അങ്ങനെ കിട്ടത്തില്ല. ഒരുപാട് കേസുകൾ എനിക്കറിയാവുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് UAE-യിലും മറ്റ് GCC കൺട്രീസിലും ഒക്കെ പോകണമെങ്കിൽ ഈ പ്രൊഫഷൻ കിടക്കുകയാണെങ്കിൽ വിസയുടെ ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കിത് ആവശ്യമാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇത് എഴുതി അങ്ങ് കൊടുക്ക്, ഈ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രയോജനമില്ല, ആ ഫീസ് നീ അടച്ച് വെറുതെ കാശ് കളയാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഫീസ് പൊക്കോട്ടെ, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ കാര്യവും ദൈവം ചെയ്യും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു മുസ്ലിമാണ്, പാലസ്തീൻ സ്വദേശിയാണ്. അദ്ദേഹം പറഞ്ഞു ശരിയാ, നീ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ദൈവം ഇത് നിനക്ക് വേണ്ടി ചെയ്ത്. ഏതായാലും ഞാൻ കൊടുക്കാം, പക്ഷെ എനിക്ക് 1% പോലും വിശ്വാസമില്ലെന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ID കാർഡ് വന്നു. അദ്ദേഹം അത് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ഞാൻ ID കാർഡ് കൈ വാങ്ങിച്ചു. ഞാൻ അവനോട് പറഞ്ഞു അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അവൻ അത്ഭുതപ്പെട്ടു. അവൻ പറഞ്ഞു ജനറൽ മാനേജർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ നിനക്ക് മനസ്സിലായോ എൻ്റെ ദൈവം ആരാണ്? ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല, അസാധാരണ ദൈവമാണ്. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. എന്നോട് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നു, നീ പറഞ്ഞത് വാസ്തവമാണ്, നീ പറഞ്ഞത് വാസ്തവമാണ്. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാനതിന് ശേഷം ആലോചിച്ചു, എനിക്ക് പല ഓഫറുകൾ വന്ന് ജോലിക്കായിട്ട്. അപ്പൊ എൻ്റെ ആ സാഹചര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. 4 പേർക്കും ജോലിയില്ലാതെ നിൽക്കുക. എനിക്ക് ജോലിയില്ല, എൻ്റെ വൈഫിന് ജോലിയില്ല, എൻ്റെ ബ്രദറുണ്ട്, ബ്രദറിന് ജോലിയില്ല, ബ്രദറിന്റെ വൈഫ് നേഴ്സാണ്, നാട്ടിൽ നിന്ന് വന്നു, പുള്ളിക്കാരിക്ക് ജോലിയില്ല. 4 പേര് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ ദൈവം എനിക്ക് വഴി കാണിച്ചു തന്നെ ഒരു ബിസിനസ് തുടങ്ങാം. അപ്പൊ എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ളതായി ചിന്ത. അപ്പൊ പല വിധത്തിലുള്ള ബിസിനസ്സുകൾ ഞാൻ ആലോചിച്ചു. അപ്പം എനിക്ക് മെക്കാനിക്കൽ സംബന്ധമായി, ഇലക്ട്രിക്കൽ സംബന്ധമായി, ഇൻസ്ട്രുമെന്റേഷൻ സംബന്ധമായിട്ടൊക്കെ കുറെ എക്സ്പീരിയൻസുകളുണ്ട്. സിവിലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ വലിയ വിവരം വരാത്ത. അപ്പൊ ഞാൻ എൻ്റെ ഒരു സിവിൽ എഞ്ചിനീയർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, മെറ്റീരിയൽസ്, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും സേഫ്റ്റിയും സെക്യൂരിറ്റി ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം വന്നു, ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സിവിൽ ഐറ്റംസിൻ്റെ
ലിസ്റ്റുമായി അദ്ദേഹം ഒരു ദിവസം രാത്രി വന്നു. രാത്രിയിൽ വന്നപ്പോൾ എൻ്റെ ഉദ്ദേശം എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടിയ ഒരു നല്ല എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ നിന്നുകൊണ്ടുള്ള ബിസിനസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് രാത്രി അദ്ദേഹം വന്നു, ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഒരു ബ്രൗൺ കവർ എൻ്റെ കയ്യിൽ തന്നു. എന്നോട് പറഞ്ഞ ലിസ്റ്റാണ്, പാസ്റ്റർ സൗകര്യം പോലെ ഒന്ന് ഓടിച്ച് നോക്കിയേക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കവർ തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് 2 കെട്ട് 500 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ 1,00,000 റിയാൽ. ഞാൻ ഈ പറയുന്ന സമയത്ത് അതിന്റെ വാല്യൂ ഏകദേശം ഒരു 4 ലക്ഷം രൂപ. നിങ്ങൾ ഓർക്കണം, ഇന്ന് ഏതാണ്ട് 23 ലക്ഷം രൂപ വരും. പ്രൈസ് ദി ലോർഡ്. ഓർക്കേണ്ട ഒരു വിഷയം, ഞാൻ ഒരു വാക്ക് അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ചെക്കോ ഒരു പ്രോമിസറി നോട്ടോ കൊടുത്തിട്ടില്ല. ഒരു വാക്ക് ചോദിക്കാതെ ഒരു സ്റ്റാർട്ടിങ് ബിസിനസ് ചെയ്യുന്ന ആളിന്റെ കയ്യിലേക്ക് 1,00,000 റിയാൽ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ അവര് വീട്ടിലെത്തിയിട്ടില്ല. അന്ന് മൊബൈൽ ഫോൺ വളരെ വളരെ കുറവാണ്. ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ, നിങ്ങൾ തന്ന ഈ ലിസ്റ്റിന്റെ കൂടെ 1,00,000 റിയാൽ ഇരിപ്പുണ്ടായിരുന്നു. അത് എന്തോ ചെയ്യണം? ഇപ്പൊ ഞാൻ കൊണ്ടുത്തരണോ അതോ ബ്രദർ ഇങ്ങോട്ട് വരുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ അത് അറിഞ്ഞുകൊണ്ട് വെച്ചതാ. പാസ്റ്റർ ഒരു സംരംഭം തുടങ്ങുകയല്ലേ, അത് ഇരിക്കട്ടെ. ആ പൈസയ്ക്ക് ആവശ്യം വരും. അടുത്ത ദിവസം ദുബൈ പോവല്ലേ, പൈസയ്ക്ക് ഷോർട്ടേജ് വന്നാൽ ഉപയോഗിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, നോ, സോറി, എനിക്ക് ആരുടെയും പൈസ വേണ്ട. കാരണം എൻ്റെ പൈസ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരോടും ഞാൻ ആൻസറബിൾ അല്ല. എന്നാൽ നിങ്ങളോട് കടം വാങ്ങിച്ചിട്ട് ഈ പൈസയായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ പൈസ എടുക്കത്തില്ല. ഈ പൈസ നിങ്ങൾ വന്ന് തിരിച്ചെടുക്കണം, അല്ലെ ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുതരാം. അദ്ദേഹം പറഞ്ഞു, പാസ് തന്നാലും ശരി എടുത്താലും ശരി, ഞാൻ ഇത് വാങ്ങിക്കത്തില്ല. ഞാൻ ഏതെങ്കിലും സമയത്ത് എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മിനിമം 6 months ബാക്ക് ഞാൻ നിങ്ങളെ വിവരം അറിയിക്കും. ആ സമയത്ത് നിങ്ങൾ തന്നാൽ മതി. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വെറുതെ പൈസ വേണ്ട. കാരണം നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾ ബാങ്കിൽ ഇട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് ഇല്ലാതെ എനിക്ക് വേണ്ടി ആ പൈസ എടുക്കാൻ തന്നെ ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ നിർബന്ധമാണെങ്കിൽ പാസ്റ്റർക്ക് എത്ര തോന്നുന്നോ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ മാർജിൻ അനുസരിച്ച് ചെറിയ നോമിനലായിട്ട് ഒരു മാർജിൻ ഇട്ടേരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് എൻ്റെ ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും ഞാൻ ഇത് തിരിച്ചെടുക്കത്തില്ല. അങ്ങനെ ഞാൻ ആ പൈസ വാങ്ങിച്ച് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഖത്തറിൽ നിന്ന് ബഹ്റൈനിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ, അന്ന് എന്നോട് പൈസ ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ട് ആ 6 വർഷം എനിക്ക് എൻ്റെ ക്യാപിറ്റലിൽ നിന്ന് എത്ര പൈസയുടെ പ്രോഫിറ്റ് ഉണ്ടായോ അതിൻ്റെ ഒരു ഷെയർ അടക്കം പുള്ളിക്ക് ആ പൈസ ഫുള്ളായിട്ട് കൊടുക്കും. ഇത് കൊടുത്ത മാത്രമല്ല, അദ്ദേഹം അത്ഭുതപ്പെട്ടു, പാസ്റ്റർ ഇത്രയും പൈസ എങ്ങനെ ഇരിക്കുമോ? ഞാൻ പറഞ്ഞത് എൻ്റെ പൈസയല്ല, നിങ്ങൾ തന്ന പൈസയുടെ ആ ഓഹരി ആണ് ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാനത് കൊടുക്കുവാനായി ഇടയായി. ഞാൻ അവിടെ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 60 അല്ല, ഒരു 80 ഷട്ടറോളം ഒരു പുതിയ മാർക്കറ്റ് തുടങ്ങുമായിരുന്നു. ഏതാനും ചില വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 3 ഷോപ്പ് മാത്രമേ അതിനകത്ത് നിലനിന്നുള്ളൂ. ബാക്കിയെല്ലാം 2 വർഷം 3 വർഷം കൊണ്ട് ക്ലോസ് ചെയ്ത്. കാരണം പുതിയ മാർക്കറ്റാണ്, ബിസിനസ് കിട്ടാൻ വലിയ പ്രയാസം. എന്നാൽ ദൈവം ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് അസാധ്യമാകത്തില്ല. എൻ്റെ ബിസിനസ് ആരംഭിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ദുബൈയിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നും ഒക്കെ വരുവാനിടയായി. അത്
ക്ലിയർ ചെയ്യുവാൻ വേണ്ടി ഞാനൊരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയുടെ അടുത്ത് ചെന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയുണ്ട്, അപ്പോൾ അവർക്കറിയാമല്ലോ എവിടെയൊക്കെയാ സാധനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ഇന്ത്യൻ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു 10-20,000 പേര് ജോലി ചെയ്യുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരുടെ നമ്പർ വല്ലതും ഉണ്ടോ? എന്നോട് പറഞ്ഞു, പിന്നെ നമ്പർ തരാം. ആ നമ്പർ തന്നു. നമ്പർ വെച്ച് ഞാൻ വിളിക്കാനിടയായി. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വന്നപ്പോ എന്നെ അറിയാവുന്ന, എന്നെ നേരിട്ട് അറിയത്തില്ലെങ്കിലും എൻ്റെ ഫസ്റ്റ് കസിനുമായി ബന്ധമുള്ള അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ ഐറ്റംസിന്റെ ലിസ്റ്റുമായി അടുത്ത ദിവസം ഓഫീസിൽ വരാം. അവിടെ ചെന്നു പ്രൊക്യൂർമെന്റ് മാനേജറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തീരുന്നത് വരെ നിങ്ങൾ കോട്ട് ചെയ്യുന്ന സാധനങ്ങൾ അതിന്റെ സാമ്പിൾ തരിക, അത് അപ്രൂവ് ആയാൽ അപ്രൂവ് ആകുന്ന അത്രയും സാധനങ്ങൾ നിങ്ങൾക്കായിരിക്കും ഈ പ്രൊജക്റ്റ് തീരുന്നതിന് വരെ കിട്ടുക, നിങ്ങളായിരിക്കും സപ്ലൈ ചെയ്യുക. അങ്ങനെ ഏതാണ്ട് ലിസ്റ്റ് കൊടുത്ത പ്രകാരം ഏതാണ്ട് 63 ഐറ്റം 4.5 വർഷം ആ പ്രൊജക്റ്റ് തീരുന്നതും വരെ, അത് ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കണം. എല്ലാ ദിവസവും രാവിലെ ഒരു ലോഡുമായി വണ്ടി പോകും. അങ്ങനെ ആ ബിസിനസ് അവിടെ ആരംഭിച്ചു. ബാക്കി ഓരോ ഷട്ടറുകളും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാന്റെ കരുണയാൽ കൃപയാൽ ദൈവം ആരംഭിച്ചതായതുകൊണ്ട് ഞങ്ങളുടെ സഭ ഒരു സൈഡിൽ കൂടെ വളർന്നു വന്നു, മറുവശത്തൂടെ ബിസിനസ്സിലും ദൈവം വളരെ ഉയർച്ച തന്നു. അപ്പോൾ തന്നെ ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്തിരുന്നു, എനിക്ക് എത്ര മില്യനോ കോടിയോ കിട്ടിയാലും ശരി, ദൈവസന്നിധിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി എനിക്ക് അവസരം തന്നാൽ അത് ഉള്ള സമയം കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ എടുക്കുകയുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു. അപ്പോൾ പല സന്ദർഭങ്ങളിലും വളരെ ലാഭകരമായ ബിസിനസ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള വഴികളെ ദൈവം തുറക്കുമ്പോഴും പ്രാർത്ഥിക്കുവാനായി ഒരു വ്യക്തിയോ ഒരു കുടുംബമോ വിളിച്ചാൽ ഞാൻ അവിടെ കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ 2000-ലെ ആരംഭ നാളുകളിൽ ഒരു 3-4 സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിലുള്ള നേഴ്സസ് ഉണ്ടായിരുന്നു. അവര് രാവും പകലും നിങ്ങളെപ്പോലെ, നിങ്ങളിപ്പോ ഈ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരായിരുന്നു. അപ്പൊ ആത്മാക്കളെ കുറിച്ച് ഉള്ള ഭാരമുള്ളവരായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും പ്രയർ ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റ് പ്രകാരം ഉള്ള വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ അങ്ങോട്ട് ചെയ്യുവാനായി തുടങ്ങി. അപ്പോ ഓരോ ദിവസവും ഈ സഹോദരിമാർ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ, അല്ലെ അവരുടെ റിലേറ്റീവ്സിനെ, അവർക്കറിയാവുന്ന ആൾക്കാരെ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഉള്ളവരുമാണെങ്കിലും ശരി, അവരെ വിളിച്ചു കൊണ്ടുവരും. എന്നെ പകല് ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വിളിക്കും, പാസ്റ്ററെ ഫ്രീ ആണോ, ഒരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രീ ആകാൻ പറ്റുമോ, നമുക്ക് ഒരു സ്ഥലത്ത് വരെ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരാളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, വന്നാട്ടെന്ന്. അവര് വരും, പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുക്കും. അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എൻ്റെ ഭവനം ക്ലീൻ ചെയ്യുവാൻ വേണ്ടി കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഒരു ഹൈന്ദവ സഹോദരൻ കടന്നു വന്നു. അദ്ദേഹം ദൈവവുമായി ഒരു ബന്ധവുമുള്ള ആളല്ല. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ അമ്പലത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ കളരിപ്പയറ്റും അടിനടയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ വീടിനകത്ത് വന്ന് കാർപ്പറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ സിറ്റിംഗ് റൂമിൽ ഇരുന്ന് ബൈബിൾ വായിക്കുക. ഒരു 7 ദിവസം ഞാൻ അന്ന് ഒരു 7 ദിവസത്തോളം ഞാൻ അന്ന് ഉപവാസത്തിലാണ്. ഉപവാസത്തിന്റെ 5-ാം ദിനമാണ്. ഞാനിങ്ങനെ സോഫയിൽ ഇരുന്നു കൊണ്ട് ബൈബിൾ വായിക്കുകയും ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറയുക, നീ ഇവനോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഇവനോട് സുവിശേഷം പറഞ്ഞാൽ ഒരുപക്ഷെ ഇവന് ഇതിട്ടേച്ച് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകത്തില്ലേ? അപ്പം ദൈവം എന്നോട് വീണ്ടും പറയുക, ഇന്ന് ഇവൻ മരിച്ചാൽ ഇവന്റെ നിത്യത എവിടെ ചെലവഴിക്കും? അവനോട് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ആ കുറവ് നിന്റെ മേൽ കിടക്കില്ലേ? എന്നിട്ട് കർത്താവ് എന്നെ എഴുതി കാണിക്കുക, ഇന്ന് തന്നെ രക്ഷാദിവസം, ഇത് തന്നെ സുപ്രസാദ കാലം, നീ പറയാൻ. രണ്ടാമതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഇങ്ങോട്ട് അടുത്ത് വന്നേ, ഇവിടോട്ടിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കയറി സാറിൻ്റെ കൂടെ ഇരിക്കത്തില്ല, പറയാൻ പറഞ്ഞ് എൻ്റെ താഴെ വന്നിട്ട് കാർപ്പറ്റെ മുട്ടുമടക്കി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ യേശു കർത്താവിനെ അറിയുമോ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ, അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ യേശു ക്രിസ്തു? യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശു ക്രിസ്തു സകല മാനവരാശിയുടെയും രക്ഷകനാണ്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അദ്ദേഹം അല്പസമയം ചിന്തിച്ചിരുന്നു. കുറെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ദൈവവചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാനായി തുടങ്ങി. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയും, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ കർത്താവ് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും ചോദിച്ചിട്ടില്ല. ആര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നോ അവനെ കൈക്കൊള്ളുന്ന ഒരു ദൈവമാണ്. ഏതാണ്ട് 40 മിനിറ്റ് അദ്ദേഹത്തോട് സുവിശേഷം സംസാരിച്ചു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമർപ്പിച്ചു. ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം അവിടെയുള്ള ഗവൺമെന്റ് സർവീസിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ ആയിട്ട് ജോലി ചെയ്യാം. 1380 റിയാലായിരുന്നു അദ്ദേഹത്തിന് അന്നത്തെ ശമ്പളം. 3 മാസം അദ്ദേഹം സ്ഥിരമായി, മറ്റേ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വരുന്ന ആള് എല്ലാ ദിവസവും എൻ്റെ ഭവനത്തിൽ വരും, ക്ലീൻ ചെയ്യും അല്പസമയം, എന്നിട്ട് വചനം കേൾക്കും, വചനം പഠിപ്പിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പ്രൊമോഷൻ ലെറ്റർ കിട്ടി. അതിൽ അദ്ദേഹത്തിന്റെ സാലറി 5800 റിയാല്. അന്ന് അവിടെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അവിടെ പ്രയോറിറ്റി അവിടുത്തുകാർക്കാണ്. സാധാരണഗതിയിൽ ഇന്ത്യൻസിനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ദൈവത്തെ ആ സഹോദരൻ മാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തെ മാനിച്ചു. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ ഇന്ന് പകൽക്കാലവും ഞാൻ പറയട്ടെ, ആമേൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചിട്ടില്ല. നിന്നെ ലജ്ജിപ്പിക്കുവാൻ ലോകം മുഴുവൻ ശ്രമിച്ചാലും ശരി, നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും.
നിനക്ക് വേണ്ടി ദൈവം പാതകളെ നിരപ്പാക്കും. നിനക്ക് വേണ്ടി ഇരുമ്പോടാമ്പലുകളെ ദൈവം തകർത്ത് കളയും. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇന്നും വിശ്വസിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കും. അത് കഴിഞ്ഞു അദ്ദേഹം ആ കോളനിയിൽ, അതായത് കൊടുങ്ങല്ലൂർ അദ്ദേഹം താമസിക്കുന്ന ആ കോളനിയിൽ മുഴുവൻ പേരും ഈ ലക്ഷം വീടിന്റെ കോളനി പോലത്തെ കോളനിയാണ്. മുഴുവൻ ഓലമേഞ്ഞ വീടുകളാണ്. അവിടെ ആദ്യത്തെ ടെറസ് കെട്ടിടം ഈ പറഞ്ഞ സഹോദരന്റെയാണ്. അദ്ദേഹം ഒരു 2 നില കെട്ടിടം ഉണ്ടാക്കി. അതിന്റെ മുകളിലത്തെ നില എന്നെ നിർബന്ധപൂർവ്വം വിളിച്ച് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, ദൈവദാസന് ശുശ്രൂഷയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും ഇത് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞ് ദൈവനാമത്തിൽ ആ കെട്ടിടം പ്രതിഷ്ഠിക്കുവാനായി ഇടയായി. ഒരു സൈക്കിള് പോലും ഇല്ലായിരുന്ന ആ സഹോദരന് മോട്ടോർ സൈക്കിള്, കാറ് എല്ലാം ദൈവം കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ഇന്ന് ഒരു വക്കീലായി പുറത്തു വന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ പോയാൽ ദൈവത്തിന്റെ കരം നമുക്ക് പ്രതികൂലമായി തീരും. നമ്മുടെ ജീവിതത്തിൽ അടിക്കടി തകർച്ചകൾ ഉണ്ടായാൽ, അടിക്കടി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആമേൻ നമ്മെ പിന്തുടരുന്നുണ്ടെങ്കിൽ നാം ഒന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എവിടെയാണ് എനിക്ക് വീഴ്ച വന്നത്, എവിടെയാണ് എൻ്റെ കുറവുകൾ? ആ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിങ്ങളെ ഏത് കഠിനമായ പ്രയാസത്തിലും പ്രതികൂലത്തിലുമാണെങ്കിലും ശരി വിടുവിക്കുക തന്നെ ചെയ്യും. ഞാനിത് പറയാൻ കാരണം, ഈ സഹോദരൻ ഒരു 2 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം 2 പ്രാവശ്യം പെന്തിക്കോസ് പള്ളിയിൽ പോയി. ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലേ ഒരു പള്ളിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ 2 ഓട്ടോറിക്ഷ കയറി കഷ്ടപ്പെട്ടിട്ടൊക്കെ പോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം 2 പ്രാവശ്യം പോയി. 3-ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, 2 പ്രാവശ്യം ഞങ്ങൾ നിങ്ങളുടെ പള്ളി വന്നില്ലേ, ഒരു കാര്യം ചെയ്യും, ഇന്ന് നമുക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ പോവാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്നൊക്കെയല്ലേ, പക്ഷേ ഇനിയിപ്പോൾ അത് നല്ലതല്ല, അത് ശരിയല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ വരത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരണം, അപ്പൊ ഞാൻ വിളിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അകത്ത് കയറണ്ട, പുറത്ത് വന്ന് നിന്നാൽ മതി. അദ്ദേഹം പുറത്തു പോയി. പുറത്തു നിന്ന് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവര് വന്നു. ഇവര് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ഞാന് ഖത്തറിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇവരെവിടെ പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 2-3 ദിവസം കണ്ടിന്യൂസ് ആയി കാണുന്നു. ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ കഴുത്തില് വലിയ മാല, എന്താണ് പറയുന്ന, രുദ്രാക്ഷ മാല ഇട്ട് നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ള ഒരാളിന്റെ മുന്നിൽ ഇരിക്കുന്നതായി ഞാൻ കാണും. അപ്പൊ ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തോട് എങ്ങനെയാ ചോദിക്കുന്നത്, പുതുതായി വിശ്വാസത്തിൽ വന്നൊരു സഹോദര, അദ്ദേഹത്തിന്റെ പ്രയാസമാകുമോ? ഞാൻ ചോദിച്ചില്ല. 2-ാം ദിവസം വീണ്ടും ഞാനിത് കണ്ടു. 3-ാം ദിവസം വീണ്ടും കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് എവിടെയാ പോയത് ആരാധനയ്ക്ക്? അപ്പൊ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, വേറെ എവിടെ പോയോ? പറഞ്ഞു, അമ്പലത്തിൽ പോയോ? എന്താ പാസ്റ്റർ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, പോയോ? ആ അമ്പലത്തിൽ പോയായിരുന്നു, പക്ഷെ ഞാൻ അകത്ത് കയറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും കഴിച്ചോ? അപ്പൊ എന്നോട് പറഞ്ഞു, അവിടുന്ന് കൊണ്ടുവന്ന കുറെ പ്രസാദവും കാര്യങ്ങളൊക്കെ അത് ഞാൻ കഴിച്ചു. എന്നോട് ചോദിച്ചു, എന്താ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, വേറൊന്നുമല്ല, അത് കഴിക്കണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അതെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞത്, കുഴപ്പത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിഗ്രഹങ്ങളുടെ മുന്നിൽ നിവേദിച്ച ആഹാരമാണ്, നമ്മളത് കഴിക്കാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ ശ്രോതാക്കളിൽ ആരെങ്കിലും
അതൊന്നും കാര്യമായിട്ട് എടുക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഭക്ഷിക്കാൻ അനുയോജ്യമായ ആഹാരങ്ങൾ മാത്രമേ നാം കഴിക്കാവൂ. ഒരുപക്ഷെ ഒരു വ്യക്തിയെ പിണക്കാതിരിക്കാൻ വേണ്ടി അവർ തരുന്നത് എങ്ങനെ നിരസിക്കും എന്ന് കരുതി നമ്മൾ ഒരു പക്ഷേ വാങ്ങിക്കും. വാങ്ങിച്ചാലും വിദഗ്ധമായി നിങ്ങളത് കഴിക്കാതെ കൊണ്ട കളയാണ് ഏറ്റവും ഉചിതം. 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥത, ബ്ലീഡിങ് ഉണ്ടായി. അദ്ദേഹത്തിന് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത പോലെ ക്ഷീണം. നമുക്കറിയാം, യൂറിൻ പോകുമ്പോൾ ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും? 3-4 ദിവസം 3-4 ഡോക്ടറെ മാറി മാറി കാണിച്ചു. 2-3 മലയാളി ഡോക്ടേഴ്സിനെ കാണിച്ചു. എല്ലാവരും പറഞ്ഞു, എത്രയും വേഗം നീ നാട്ടിലേക്ക് പോകണം, ഇവിടെ ഒരു മിനിറ്റ് പോലും ഇനിയും പാഴാക്കാൻ. അദ്ദേഹം അങ്ങനെ ഒരു വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ബുധനാഴ്ച വൈകിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, വെള്ളിയാഴ്ച വൈകിട്ട് എന്നെ എയർപോർട്ടിൽ ഒന്ന് വിടണേ. ഞാൻ പറഞ്ഞു, ശരി, വിടാം. അപ്പോ ഞാൻ പറഞ്ഞു, ശരി. ബുധനാഴ്ച രാത്രി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച വെളുപ്പിനെ 5 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നു, ഞാൻ ഇവനെ സൗഖ്യമാക്കും. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്, എൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ അവന് സൗഖ്യം കൊടുക്കും. ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സോര, ഇന്ന് വൈകിട്ടത്തെ പ്രയറിന് വരണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഓരോ 2 മിനിറ്റ് കൂടിയിരിക്കുമ്പോഴും വാഷ്റൂമിൽ പോകണം. അത് ബുദ്ധിമുട്ടാണ്, വരാൻ പറ്റത്തില്ല, നാളെ ഞാൻ പോവാം. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഞാൻ വന്നെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് വാഷ്റൂമിന്റെ സൈഡിലായിട്ടുള്ള ഒരു കോർണറിൽ നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നുവെന്ന് ഇന്ന് പകൽ എന്നോട് ദൈവം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, എന്തു പറഞ്ഞാലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞ, അല്ല, ഞാൻ വൈകിട്ട് വരും. ഞാൻ വൈകിട്ട് ചെന്ന് അദ്ദേഹത്തെ എടുത്തു. അതെ, എൻ്റെ പ്രയർ ഹാളിൻ്റെ ഏതാണ്ട് 16 വർഷം എൻ്റെ വില്ലായിലായിരുന്നു ഞങ്ങളുടെ പ്രയർ. അതിനുശേഷമാണ് ഞങ്ങളുടെ റിലീജിയസ് കോംപ്ലക്സിലേക്ക് മാറിയത്. ആ 16 വർഷം ഞങ്ങൾ വലിയ 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 അത്ഭുതങ്ങളുടെ ഒരു പരമ്പര കണ്ടു. അതിൽ ആദ്യത്തെ ഒരു അത്ഭുതമാണ് ഈ ഞാൻ പറയുന്നത്. ആമീൻ. അദ്ദേഹം ഇരുന്നു. ഞാൻ സ്റ്റേജിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഞെളിവിരി കൊള്ളുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ജനത്തെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിക്കുവാൻ അങ്ങോട്ട് തുടങ്ങി. അന്യഭാഷയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ 24 മണിക്കൂർ ആമീൻ അന്യഭാഷയിൽ കൂടി ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആമീൻ, അമേരിക്കയിൽ, ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് നിങ്ങൾ അവിടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പോൽക്കാലം അത് വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ അന്യഭാഷ പറയാൻ. നിങ്ങൾ പറയുന്ന ആ ഭാഷ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് മനസ്സിലാകും. എൻ്റെ ദൈവം ചില വിഷയങ്ങളുടെ മേൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ അത്ഭുതകരമായ വിടുതലുകൾ ഈ ദിവസങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇതിനിടയിൽ എന്നോട് ഓർപ്പിക്കാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില മണിക്കൂറുകൾ, ചില സമയങ്ങൾ, മിനിറ്റുകൾ ഞങ്ങൾ ഒന്നിച്ച് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഒരു നിയോഗം തന്നു, അദ്ദേഹത്തിന്റെ തലയിൽ ചെന്ന് കൈവെക്കാൻ. അദ്ദേഹത്തിന്റെ തലയിൽ കൈവെക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം മറിഞ്ഞടിച്ച് താഴെ വീണു. അവിടെ നിന്ന് അദ്ദേഹം ഉരുളുവാൻ തുടങ്ങി. ഉരുണ്ട് പുൾപിറ്റിന്റെ അടുത്ത് വരെ, സ്റ്റേജിന്റെ അടുത്ത് വരേക്ക് ഉരുണ്ട് വന്ന് അദ്ദേഹം നിശ്ചലനായി. കൈകാലുകൾ തണുത്തു, 2 കാലിലും കയ്യിലും തണുപ്പ്. കണ്ണ് മേപ്പോട്ട്, കണ്ണിന്റെ കൃഷ്ണമണി മേപ്പോട്ട് പോകുന്നു. പെട്ടെന്ന് എൻ്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന പാസ്റ്ററും വേറൊരു സഹോദരൻ കൂടെ എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് നമുക്ക് ആംബുലൻസ് വിളിച്ച് അഹമ്മദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഞാൻ അതിന് യേസ് മൂളുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, നോ, I will give you the deliverance. ഞാൻ ഇവനെ സൗഖ്യമാക്കും. എൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ അവന് സൗഖ്യം കൊടുക്കും. ഈ ശബ്ദം കേട്ട മാത്രയിൽ ഞാൻ അവരോട് പറഞ്ഞു, നോ,
എങ്ങും കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ കൈകോർത്തിരിക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 35-40 പേര് അന്നത്തെ ആ രാത്രിയിലത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ഈ 40 പേരും ഒരേപോലെ കൈ കോർത്തിരുന്നു കൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ പറഞ്ഞു. ആമേൻ. 55 മിനിറ്റ് സമയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇവന് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ഇവന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ കൊടുത്തു. ആ വെള്ളം കുടിച്ച മാത്രയിൽ അദ്ദേഹം പെട്ടെന്ന് കണ്ണ് തുറന്നു. അദ്ദേഹത്തിന് കണ്ണിലേക്ക് നോക്കാൻ നമുക്ക് കഴിയത്തില്ല, അതുപോലെ ചുവന്ന് കലങ്ങിയ കണ്ണം. ആ മനുഷ്യൻ പറയുക, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവനാണ്. എൻ്റെ ജീവൻ ഇവിടുന്ന് കാലൻ എടുത്തുകൊണ്ടുപോയി. ഞാൻ കാണുന്നത്, ഞാൻ മേളിലോട്ട് പോകുമ്പോൾ കാലന്റെ കയ്യിൽ നിന്നും ഈ ദൈവദാസനും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വലിച്ചു താഴെ ഇടുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു. അത് സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അടുത്ത ദിവസം വെള്ളിയാഴ്ച അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, ഏതാണ്ട് 1 കിലോയിൽ കൂടുതൽ ടാബ്ലറ്റുകളും മരുന്നുകളും പല ഡോക്ടേഴ്സ് കുറിച്ചു കൊടുത്തത് കൈവച്ച മനുഷ്യൻ ഒരു ടാബ്ലറ്റ് കഴിക്കാതെ അന്ന് രാത്രി യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ അവനെ തൊട്ട് പൂർണ്ണം വിടുതൽ ദൈവം അവന് കൊടുത്തു. ഒരു ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രിയപ്പെട്ടവര്, ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇത് ഒട്ടനവധി അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം നടന്ന ഒരത്ഭുതമാണ്. സ്തോത്രം. ആമീൻ. ഏതാണ്ട് 28 കുടുംബങ്ങള് 18 വർഷം, 12 വർഷം, 11 വർഷം, 11 പ്രാവശ്യം 2 പ്രഗ്നൻസി ആയി, ഒരിക്കലും ഇനി പ്രഗ്നന്റ് ആകത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ ആമീൻ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് കുഞ്ഞിനെ വേണ്ട, പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് വരാതെ ഒന്ന് കാത്താൽ മതി, അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നോ, നിനക്കൊരു ശമൂവേൽ ബാലനെ ഞാൻ ഈ വർഷം തരും. അവരന്തം വിട്ടുപോയി. അവർ പറഞ്ഞു, വേണ്ട പാസ്റ്റർ. ഞാൻ പറഞ്ഞ, അല്ല, ദൈവത്തിന്റെ ആലോചന ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനപ്പുറത്ത് തീരുമാനിക്കാൻ പറ്റില്ല, നിങ്ങൾ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അവരെ എല്ലാവരും ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞ് അബോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് തലമുറയെ തരുമെന്ന. ആമേൻ. അവര് ബെഡ് റെസ്റ്റ് എടുത്തു. ഓരോ ആഴ്ചയിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 9 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഊനമില്ലാത്ത ഒരു കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം അവർക്ക് ഒരു കുഞ്ഞുകൂടെ ഉണ്ടായി. ആമീൻ, സ്തോത്രം. അങ്ങനെ 28-ൽ പരം ആമീൻ കുടുംബങ്ങൾക്ക് ദൈവം തലമുറയെ കൊടുത്തു. ഇത് എൻ്റെ മിടുക്കോ നിങ്ങളുടെ മിടുക്കോ പ്രാർത്ഥിക്കുന്നവരുടെ മിടുക്കോ ഒന്നുമല്ല. മിടുക്കൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അവന് മാത്രമേ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുള്ളൂ. എല്ലാ മഹത്വവും ആ കർത്താവിന് കൊടുക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഇന്ന് ഇവിടെ സമയം തീരുകയാണ്. ആമീൻ, സ്തോത്രം. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമീൻ. ഒരു കാര്യത്തിന്റെ ആരംഭം കൂടെ ഞാൻ പറയാം. ഞങ്ങളുടെ സഭയിൽ എല്ലാ മാസവും 3 ദിവസം 24 hours നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പോലെ 24 hours 3 ദിവസം പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രയർ റിക്വസ്റ്റ് ഉണ്ടാക്കും. ആ പ്രയർ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എനിക്ക് ഹോട്ടലുകളുടെ മെയിൻ്റനൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ, അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലായിരിക്കും റിസ് കാർട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ ടെക്നീഷ്യനായി ഞാനൊരു ഒരു ഹൈന്ദവ സഹോദരനെ വിട്ടിരുന്നു. ആ സഹോദരൻ എല്ലാ മാസവും 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ശമ്പളം വാങ്ങിക്കാനായിട്ട് വരും. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹം വാതിൽ കൊട്ടി അകത്ത് കയറിയപ്പോൾ ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, പാസ്റ്റർ എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇത് പ്രയർ റിക്വസ്റ്റ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഈ പ്രയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങള് 24 മണിക്കൂർ ഓരോ മണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് സംഭവിക്കും? പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇത് ചെയ്യും.
അങ്ങനെ അങ്ങനെ ദൈവം ചെയ്യുമോ? ഞാൻ പറഞ്ഞു ചെയ്യും. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആമീൻ വെച്ചിരിക്കുന്ന ഞാൻ ഒരു ഫയൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ആ ഫയലുകൾ കംപ്ലീറ്റ് ഞാൻ ടിക്ക് ചെയ്തിട്ട് ഓരോന്ന് ടിക്ക് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ഈ ടിക്ക് ചെയ്ത് നിങ്ങൾ നോക്കാൻ പറഞ്ഞു, എത്ര പേഴ്സൻ്റ് ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഏതാണ്ട് 98% കാര്യങ്ങൾക്ക് ദൈവം അത്ഭുതകരമായി മാമിൻ വഴി തുറന്ന് ഉത്തരം തന്നത് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററിനെ സാറേ, എനിക്ക് ഒരു വിഷയമുണ്ടെന്ന് എഴുതാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അത് ഞങ്ങൾ 6 വർഷമായി വിവാഹിതരായിട്ട്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. നാട്ടിൽ ചെന്നാൽ എനിക്ക് നാട്ടിൽ പോകാൻ താല്പര്യമില്ല. നാട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായില്ലേ? ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസം കൂടും, ഭാരം കൂടും. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ ഇപ്പോൾ പോകാറില്ല. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, നിങ്ങളുടെ വിഷയം എഴുതാം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര്, വൈഫിന്റെ പേര് ആ പ്രയർ റിക്വസ്റ്റിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളിത് പ്രാർത്ഥിക്കും. അടുത്ത ദിവസം ഞാനിത് ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്തോലിക്കക്കാരനായ സഹോദരൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറയുന്നു, എടാ, നിന്റെ ഭാര്യ നാട്ടില്, നീ ഇവിടെ, പിന്നെ സാർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാല് എന്താ ഫലം? അപ്പം അത് തന്നല്ല, അത് ശരിയാണോ? ഈ മനുഷ്യൻ എന്നെ വളരെ സങ്കടത്തോടു കൂടി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഫാമിലി ആയിട്ട് നിങ്ങൾ ഈ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്, ഞാൻ പറഞ്ഞു, ശശികുമാറെ, നിങ്ങളുടെ ഭാര്യയെ ഖത്തറിലെത്തിക്കാനും നിങ്ങളെ നാട്ടിലെത്തിക്കാനും എൻ്റെ ദൈവത്തിന് 1 മിനിറ്റ് പോരായോ? അപ്പോഴും പുള്ളി പറഞ്ഞു, പാസ്റ്റർ, എന്നാലും അങ്ങനെ വേണ്ട, കാരണം ആളുകൾ അതും ഇതൊക്കെ പറയും, അത് പ്രയാസം. ഞാൻ പറഞ്ഞു, ശരി, ഞങ്ങൾ ഫാമിലി ആയിട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും അദ്ദേഹം അന്ന് രാത്രിയിൽ എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ശശികുമാറെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലെത്തിക്കാനോ നിങ്ങളുടെ ഭാര്യയെ ഖത്തറിലെത്തിക്കാനോ 1 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അദ്ദേഹം കേട്ടു. അന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച മീറ്റിങ്ങിന് വന്നു, വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വന്നു, ശനിയാഴ്ച രാവിലെ അദ്ദേഹം സ്വിമ്മിംഗ് പൂൾ ടെക്നീഷ്യനാണ്, വെള്ളത്തിന്റെ pH നോക്കുകയും ക്ലോറിൻ ഒക്കെ ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമിഗ്രേഷൻ ഡയറക്ടർ ആയിരിക്കുന്ന ഒരു വ്യക്തി അതിനകത്ത് കുളിക്കുവാൻ വേണ്ടി വന്നു. നമുക്കറിയാമല്ലോ, ആളുകൾ വന്നു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ ഇന്ന പൊസിഷനിലായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രസമാണ്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇമിഗ്രേഷൻ ഡയറക്ടറാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. പെട്ടെന്ന് ഈ മനുഷ്യനൊന്ന് സ്ട്രൈക്ക് ചെയ്തു, എടാ, എനിക്കിങ്ങനെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം തിരിച്ചു പോയ ആള് വീണ്ടും മടങ്ങി വന്നിട്ട് ചോദിച്ചു, സാറേ, എനിക്ക് ഒരു വിസ വേണമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, പെർമനന്റ് വിസ ആണെങ്കിൽ 8,000 റിയാൽസ് മന്ത്ലി സാലറി വേണം, നിനക്കതില്ലെങ്കിൽ വിസിറ്റ് വിസ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു, പാസ്പോർട്ടിന്റെ കോപ്പി എൻ്റെ ഡ്രോയറിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പോയി പാസ്പോർട്ടിന്റെ കോപ്പി എടുത്തുകൊണ്ട് വന്നു. ആ കോപ്പിയുടെ പുറത്ത് ഈ ആളിന്റെ നമ്പർ എഴുതിക്കൊണ്ട് ഓഫീസർ പോയി. എന്നിട്ട് പറഞ്ഞു, നാളെ ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവനെ വിളിക്കുമെന്നോ വിസ ശരിയാക്കുമെന്നോ, ചുമ്മാ ഒരു വെറുതെ ഒരു പാഴ്വാക്ക് പറഞ്ഞതായിരിക്കും എന്നുള്ള ചിന്തയിൽ ഇരുന്നു. സ്തോത്രം. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ച 10 മണിക്ക് ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, യുവർ വിസ ഈസ് റെഡി, കം ആൻഡ് കളക്ട് ഫ്രം ഹിയർ. ഞാൻ നിങ്ങളുടെ മുഖം കണ്ടിരുന്നെങ്കിൽ ഉറക്ക ഉച്ചത്ത് ഹല്ലേലൂയ പറയുമായിരുന്നു. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, അന്ന് സന്തോഷത്തിൽ തുള്ളിച്ചാടി ആ മനുഷ്യൻ വിസ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിൽ വന്നു. എന്നോട് പറഞ്ഞു, അതേ പാസ്റ്ററെ, നമ്മുടെ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. പാസ്റ്റർ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അത് എന്നെ നാട്ടിലെത്തിക്കുവാനോ എൻ്റെ ഭാര്യയെ ഇവിടെ എത്തിക്കുവാനോ എൻ്റെ ദൈവത്തിന് 1 മിനിറ്റ് മതി. ആമീൻ. ആ ബുധനാഴ്ച അദ്ദേഹത്തിന്റെ ഭാര്യ കൊണ്ടുവന്നു, നാട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ലഗേജ് പോലും വീട്ടിലിറക്കാതെ സ്ട്രെയിറ്റ് അവേ എൻ്റെ ഭവനത്തിൽ വന്നു. എൻ്റെ മാറ്റിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, 9 മാസത്തിനുള്ളിൽ തന്നെ നിനക്ക് ഞാനൊരു തലമുറയെ തരും. ആമേൻ, സ്തോത്രം.
ആ പറഞ്ഞതുപോലെ 40-ാമത്തെ ദിവസം അവർ പോയി ചെക്ക് ചെയ്തപ്പോൾ ആ സഹോദരി കൺസീവായി. ഇന്ന് അവർക്ക് 3 മക്കളുണ്ട്. ഞാനിത് പറയുമ്പോൾ ദൈവത്തിന് വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവത്തിൻ്റെ ആമീൻ പ്രവർത്തിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആമീൻ. ദൈവം ഇന്നും എന്നേക്കും അനന്യനാണ്. ആമീൻ. സ്തോത്രം. ആ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതെ, എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ഒരു സെഷനോട് തരാമെങ്കിൽ ഞാൻ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പാദം തൊട്ടതേ ഉള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഒരു പരമ്പരയായിട്ട് എൻ്റെ കൈവശം ആമീൻ ഞാൻ അനുഭവിച്ചതുണ്ട്. ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, മിറക്കിൾ ആൻഡ് എക്സ്പീരിയൻസസ് എന്ന് പറയും, അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. അത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികളും രേഖപ്പെടുത്തിയിരിക്കുക. അത് ആ പുസ്തകത്തിനകത്ത് മുഴുവനും എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യം, കോവിഡ് കാലത്ത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആമേൻ ഒരുപാട് വിടുതൽ അനുഭവിച്ച ഒരു സഹോദരിയുണ്ട്. ചെന്നൈ സ്വദേശിയാണ്, സോഫിയ പോൾ എന്ന് പറയും. തമിഴ്നാട്ടുകാരി സ്വദേശിയാണ്. അവർ മെൻ്റൽ ഡിപ്രഷനായി ആമീൻ 14 ദിവസം ഊണും ഉറക്കവും ഇല്ലാതെ കഴിഞ്ഞ സമയത്ത് അവര് ഒരു തമിഴ് സിസ്റ്റർ എൻ്റെ ചർച്ചിലുള്ള ആൾ വിളിച്ചു കൊണ്ടുവന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരെ വിടുവിച്ചു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി അവർക്ക് വിടുതൽ കിട്ടി. അവർ 100 കണക്കിന് തമിഴ് സഹോദരിമാരെയും തെലുങ്ക് സഹോദരിമാരെയും മലയാളികളെയും കൂട്ടിക്കൊണ്ടുവന്നു. അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുത്തു. അവരെന്നെ നിർബന്ധിച്ചു, പാസ്റ്റർ ദൈവം ഇന്നും ഇങ്ങനെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് ലോകം അറിയണമെങ്കിൽ പാസ്റ്റർ മാത്രം അതറിഞ്ഞാൽ പോരാ, ഇതൊരു പുസ്തക രൂപത്തിൽ എഴുതി വെച്ചാൽ അനേകർക്കത് അനുഗ്രഹമാണ്, അനേകർക്കത് വിടുതലാണ്, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്നെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ കോവിഡ് കാലത്ത് ഞാൻ ഓർമ്മയിൽ വന്ന കുറിപ്പുകൾ മാത്രം ചേർത്ത് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതുവാനായിടയായി. ആ പുസ്തകം എഴുതി കഴിഞ്ഞ് പലരുടെയും കൈകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ കാര്യം എഴുതിയിട്ടില്ല, ദൈവം എനിക്ക് ഇങ്ങനെ ചെയ്തില്ലേ പാസ്റ്റർ, അവിടെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം സഹായിച്ച ബുക്ക് വീണ്ടും സെക്കൻഡ് എഡിഷൻ ഇറക്കുന്നെങ്കിൽ അതിനകത്ത് ഇതൊക്കെ ചേർക്കാം എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കാനായിടയായി. സ്തോത്രം. അതിപ്പോൾ എനിക്ക് 5 ബുക്ക് മാത്രമേ ആദ്യത്തെ അവശേഷിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ലോകത്തിൽ യൂറോപ്പിലെ, UK ഓസ്ട്രേലിയയിലെ, US ഒക്കെ ഉള്ള ഒരുപാട് രാജ്യങ്ങളിലുള്ള യങ്സ്റ്റേഴ്സ് മക്കള്, മലയാളം അറിയാൻ വയ്യാത്തവർ, അങ്ങളെ ഇത് ഇംഗ്ലീഷിലാക്കിയാൽ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ആമീൻ ദൈവഹിതമെങ്കിൽ അത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ആമീൻ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവത്തിന് ഇന്നും ഇന്നലെയും പ്രവർത്തിക്കുവാൻ കഴിയും. എന്നേക്കും ദൈവം അനന്യനാണ്. കർത്താവ് ഈ പ്രയർ ഗ്രൂപ്പിൽ കൂടി അത്ഭുതങ്ങളെ, വൻകാര്യങ്ങളെ ചെയ്യും. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. ദൈവം നിങ്ങളെ കൊണ്ട് ആമേൻ. സ്തോത്രം. ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹവും വിടുതലും സൗഖ്യവും കൊടുക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം നിങ്ങളിൽ കൂടി പ്രവർത്തിക്കും. ഇങ്ങനെ രണ്ടാമതൊരു അവസരം കൂടി നൽകി തന്ന ആമേൻ. സ്തോത്രം. ഇതിൻ്റെ ആമേൻ പ്രയർ ഇൻചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസഫ് മാത്യുവിനോടും പ്രത്യേക കോർഡിനേറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ സന്ധ്യയോടും എന്നെ കേട്ട എല്ലാ വാത്സല്യ സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സഹായിച്ചാൽ ഒരു സെഷനിൽ കൂടി തരുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയുവാനായി സമയം എടുക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ സർ? കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകി. അമേരിക്കയിൽ ഒരു സന്ധ്യായാമത്തിലേക്ക് അടുക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം ഇന്നയോളം ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിച്ചല്ലോ. കർത്താവെ, പ്രയർ ലൈനിൽ കൂടി ഈ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെടണമേ. പലവിധ വിഷയങ്ങളിൽ ഭാരത്തോടായിരിക്കുന്നവരുണ്ട്, ശാരീരികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, മാനസികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട്. കർത്താവെ, നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി മാറ്റിത്തരുമെന്ന് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
കർത്താവെ Lord. ഈ പകൽക്കാലം ഒരു അത്ഭുതം ദൈവം ചെയ്യണം. ഈ പ്രയർ Amen. ഗ്രൂപ്പ് ദൈവം അനുഗ്രഹിക്കണമേ. ഇതിന്റെ ഇൻചാർജിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിന്റെ പ്രയർ കോർഡിനേറ്ററെ ദൈവം അനുഗ്രഹിക്കണം. ഇതിൽ Amen. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേ ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. Amen. 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 Thank you, Pastor. Thank you. ദൈവം Okay, ധാരാളം sister. അനുഗ്രഹിക്കട്ടെ. Okay. God bless you, കർത്താവിന്റെ sister.